ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ മോർണിംഗ് ഗ്ലോറി പോലത്തെ ഒരു ഫ്ലവർ തന്നെ. ഇത് മോർണിംഗ് ഗ്ലോറി അല്ല. ഇപ്പം നമുക്ക് 5:30 മണി ആയിട്ടുണ്ട്. ഈ വൈകിട്ടായിട്ട് നമുക്ക് ഇതുവരെയും ഫ്ലവർ നന്നായിട്ടങ്ങ് അണഞ്ഞു പോയിട്ടില്ല. ഇതിങ്ങനെ വാടി വരണതേ ഉള്ളൂ. നല്ല 6 മണി ആവാറായിട്ടും പ്ലാന്റ് നല്ല ഭംഗിയായിട്ട് ഫ്ലവറായിട്ട് നിൽക്കുന്നു. മോർണിംഗ് ഗ്ലോറി ആണെങ്കിൽ നമുക്ക് ഒരു 10 മണി കൂടിപ്പോയ ഒരു 11 മണി അത്ര സമയം നിൽക്കുള്ളൂ അല്ലേ. ഇടയ്ക്ക് ഞാനൊരു കുഞ്ഞു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിനെപ്പറ്റി. അപ്പോൾ ഇതിൻ്റെ ഭംഗി, ഈ പ്ലാന്റ് നല്ല കാണാൻ നല്ല സുന്ദരി, നല്ല ഭംഗിയാണ്. ഈ നിൽക്കുന്നതൊക്കെ ഇന്നലെ വിരിഞ്ഞു. ഇന്നലെ ഒരു 10-12ഓളം ഫ്ലവർ ഉണ്ടായിരുന്നു. നിറയെ ഫ്ലവർ വരും. പക്ഷേ ഒരു ഇതിൽ പോലും ഫ്ലവർ വന്ന് കഴിഞ്ഞിട്ട് അതിൽ സീഡ് ഉണ്ടാവണില്ല ഈ പ്ലാന്റിൽ. അപ്പോൾ ഇത് ആരെങ്കിലും വീട്ടിലുണ്ടോ, ഇത് ഏതാണ് പ്ലാന്റ് എന്നൊക്കെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലുമൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. നല്ല ഭംഗിയായിട്ട് നമ്മളെ മോർണിംഗ് ഗ്ലോറി പോലെ തന്നെ നമുക്ക് പടർത്തി വിട്ടു കൊടുക്കാവുന്നൊരു ഒരു പ്ലാന്റാണ്. നല്ല ഭംഗി. വീട്ട് ഫ്രണ്ടിൽ വെച്ചാൽ നല്ല രാവിലെ മുതൽ വൈകിട്ട് വരും ഒരുപോലെ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് നല്ല ഭംഗിയാണ് ഈ പ്ലാന്റ്. ഇതിൻ്റെ സീഡില്ല, നിറയെ സീഡ് വരാനുള്ളതാണ് മോർണിംഗ് ഗ്ലോറി ആണെങ്കിൽ. പക്ഷേ ഈ പ്ലാന്റിൽ സീഡ് ഒരെണ്ണം പോലും ഇല്ല. ഇതിലെല്ലാം ഇങ്ങനെ വന്നിട്ട് ഫ്ലവർ കഴിഞ്ഞിട്ട് ഇങ്ങനെ അങ്ങ് പൊഴിഞ്ഞ് അങ്ങ് തനിയെ പോവുകയാണ് ചെയ്യണത്. കണ്ട, ഇതിലൊന്നിലും നമുക്ക് സീഡ് വരണില്ല. അപ്പം നമുക്ക് പുതിയ തൈ ഇത് ഇങ്ങനെ പിടിപ്പിക്കാമെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ കൂട്ടുകാരെല്ലാവരും കണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണമേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്ലാന്റ്, ഇതിൻ്റെ കെയറിങ്, ഇതിന് നല്ല വെയിൽ വേണം. ഒരു 12 മണി വരെയൊക്കെ ഉള്ള വെയിൽ, നല്ല വെയിൽ കിട്ടിയാൽ നന്നായിട്ട് ഫ്ലവർ വരും ഈ പ്ലാന്റിന്. പിന്നെ നമുക്ക് ഈ പ്ലാന്റിന് ഭയങ്കര ഈ വിട്ടിൽ പുഴു, ഈ വണ്ട് ഇങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ ഇതിൻ്റെ ലീഫ് ഭയങ്കര ഇഷ്ടമെന്നാണ് തോന്നുന്നത്. അത്രയും ഫുള്ളും എന്താ കഴിച്ച് വേണ്ട എല്ലാം ഹോളാക്കിയാണ് വെച്ചേക്കണത്. ലീഫ് മൊത്തം വന്ന് കഴിക്കുകയാണ് ചെയ്യണത്, പൂ മൊട്ടും എല്ലാം. എന്നിട്ട് പിന്നെ നമുക്ക് ഇതെന്തെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ലത്. ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യാതെ ഇങ്ങനെ നിർത്തിയിരിക്കണേ. എന്നിട്ട് ഇതിൽ നല്ല നിറയെ ഫ്ലവർ, ഈ ഫ്ലവർ ഇത്രയും കണ്ടപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുത്തത്. ഇതിന് NPK തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് NPK സ്പ്രേ ചെയ്യാം. അതിൻ്റെ ചുവട്ടിൽ എല്ലുപൊടിയും ചാണകപ്പൊടിയും കൂടെ ഇട്ട് ചുവടിളക്കി അങ്ങനെയും ഇട്ട് കൊടുക്കാം. പിന്നെ ഡെയിലി ഒരു നേരം നിർബന്ധമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ വാടി തളർന്നു പോകും പെട്ടെന്ന് ഈ പ്ലാന്റ്. പിന്നെ ഇതിനെ നമുക്ക് പുതിയ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കേണ്ടത്, നമുക്ക് ഇതിൻ്റെ ചുവട്ടിൽ ഇതിൻ്റെ ഒരു വള്ളി വരുന്നത് പിടിച്ചു വെച്ച് കൊടുത്താൽ ഇതിൽ റൂട്ട് വരുന്നുണ്ട് നന്നായിട്ട്. ഇപ്പോൾ ഒരു മണ്ണ് അതിൻ്റെ ചുവട്ടിൽ തന്നെ വെച്ചിട്ട് മണ്ണിട്ട് കൊടുത്താൽ മതി. അല്ലാതെ ഇത് പിടിപ്പിച്ചെടുക്കാൻ വേറെ ഒരു വഴിയില്ല. കട്ടിങ്ങാണ്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ഒരു കുറേ പീസൊക്കെ വയ്ക്കുമ്പം ചില സമയത്ത് ഒരെണ്ണം പിടിച്ച് കിട്ടും. അല്ലാതെ നമുക്ക് ഈ പ്ലാന്റ് പിടിപ്പിച്ചെടുക്കാൻ ഒരു വഴിയുമില്ല. അതങ്ങനെ ഞാൻ പിടിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു തൈയാണ്. അതിൻ്റെ ചുവട്ടിൽ മണ്ണിട്ട് കൊടുത്തപ്പോൾ ആയതാണ്. അത് കണ്ട വിട്ടിലെല്ലാം വെട്ടി എൻ്റെ ചെടിയുടെ കോലം കണ്ട. അപ്പോൾ ഈ പ്ലാന്റ് കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കേ.